ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ടോപ്പിക്ക് വായനാ ദിന ക്വിസാണ്. സഞ്ചാരത്തിൻ്റെ സംഗീതം എന്ന പുസ്തകം എഴുതിയത് ആരാണ്? ഉത്തരം കെ ജയകുമാർ. മലയാളത്തിൽ നിന്ന് എത്ര പേർക്കാണ് ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ചിട്ടുള്ളത്? ഉത്തരം മലയാളത്തിൽ നിന്ന് 6 പേർക്ക്. ആദ്യമായി മലയാള അക്ഷരം അച്ചടിച്ച ഗ്രന്ഥം ഏതാണ്? ഉത്തരം ഹോർത്തൂസ് മലബാറിക്കസ്. രവീന്ദ്രനാഥ ടാഗോറിന്റെ നോബൽ സമ്മാനം ലഭിച്ച കൃതി ഏതാണ്? ഉത്തരം ഗീതാഞ്ജലി. പി.എൻ. പണിക്കരുടെ ജന്മസ്ഥലം എവിടെയാണ്? ഉത്തരം നീലംപേരൂർ. മലയാളത്തിലെ ആദ്യത്തെ ഖണ്ഡകാവ്യം ഏതാണ്? ഉത്തരം വീണപൂവ്. ഭൂമിയുടെ അവകാശികൾ എന്ന പ്രസിദ്ധമായ കഥ എഴുതിയത് ആരാണ്? ഉത്തരം വൈക്കം മുഹമ്മദ് ബഷീർ. കുറ്റിപ്പെൻസിൽ എഴുതിയത് ആരാണ്? ഉത്തരം കുഞ്ഞുണ്ണി മാഷിന്റെ കൃതിയാണ് കുറ്റിപ്പെൻസിൽ. ലോകത്തിലെ പ്രാചീന സാഹിത്യം എന്നറിയപ്പെടുന്നത് ഏതാണ്? ഉത്തരം ഗ്രീക്ക് സാഹിത്യം. ആരാച്ചാർ എന്ന പ്രശസ്ത നോവൽ രചിച്ചത് ആരാണ്? ഉത്തരം കെ.ആർ. മീര. ബാലമുരളി എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്നത് ആരാണ്? ഉത്തരം ഒ.എൻ.വി. കുറുപ്പ്. എഴുത്തച്ഛൻ സ്മാരകം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ഉത്തരം തുഞ്ചൻ പറമ്പ്. ഇന്ത്യയിൽ സാഹിത്യ മേഖലയിൽ നൽകുന്ന പരമോന്നത പുരസ്കാരം ഏതാണ്? ഉത്തരം ജ്ഞാനപീഠ പുരസ്കാരം. കേരള ഗ്രന്ഥശാല സംഘത്തിന്റെ മുഖപത്രം ഏതാണ്? ഉത്തരം ഗ്രന്ഥാലോകം. പി.എൻ. പണിക്കരുടെ ഓർമ്മയ്ക്കായി 2004 ജൂൺ 19 എത്ര രൂപയുടെ തപാൽ സ്റ്റാമ്പാണ് പുറത്തിറക്കിയത്? ഉത്തരം 5 രൂപയുടെ തപാൽ സ്റ്റാമ്പ്. 2024 എഴുത്തച്ഛൻ പുരസ്കാര ജേതാവ് ആരാണ്? ഉത്തരം N.S. മാധവൻ. മലയാള ഭാഷയ്ക്ക് ശ്രേഷ്ഠ ഭാഷാ പദവി ലഭിച്ചത് ഏത് വർഷമാണ്? ഉത്തരം 2013. ഏത് വർഷമാണ് പി.എൻ. പണിക്കരുടെ നേതൃത്വത്തിൽ പാറശാല മുതൽ കാസർഗോഡ് വരെ കാൽനടയായി സാംസ്കാരിക ജാഥ നടത്തിയത്? ഉത്തരം 1970. കേരള സാഹിത്യ അക്കാദമിയുടെ ആസ്ഥാനം എവിടെയാണ്? ഉത്തരം തൃശൂർ ജില്ല. കേരള സാഹിത്യ പ്രവർത്തക സഹകരണ സംഘത്തിന്റെ പുസ്തക വിൽപ്പനശാലകളുടെ പേരെന്താണ്? ഉത്തരം നാഷണൽ ബുക്ക് സ്റ്റാൾ. പി.എൻ. പണിക്കരുടെ മാതാപിതാക്കളുടെ പേരെന്താണ്? ഉത്തരം ഗോവിന്ദപിള്ളയും ജാനകി അമ്മയും. പ്രിയദർശിനി സാഹിത്യ പുരസ്കാര ജേതാവ് ആരായിരുന്നു? ഉത്തരം എം. ലീലാവതി. 1945 തിരുവിതാംകൂർ ഗ്രന്ഥശാല സംഘം രൂപവൽക്കരിച്ചത് ആരാണ്? ഉത്തരം പി.എൻ. പണിക്കർ. കേരളത്തിന്റെ ഔദ്യോഗിക ഭാഷ ഏതാണ്? ഉത്തരം മലയാളം. കേരള സാഹിത്യ അക്കാദമിയുടെ മുഖപത്രം ഏതാണ്? ഉത്തരം സാഹിത്യ ലോകം. ലോക പുസ്തക ദിനം എന്നാണ്?
ഉത്തരം ഏപ്രിൽ 23. 2025 കേരളത്തിൽ നിന്ന് മരണാനന്തര ബഹുമതിയായ പത്മവിഭൂഷൺ ലഭിച്ചത് ആർക്കാണ്? ഉത്തരം MT വാസുദേവൻ നായർ. രാത്രിമഴ എന്ന കവിതാ സമാഹാരം ആരുടേതാണ്? ഉത്തരം സുഗതകുമാരി. കേരള ഗ്രന്ഥശാല ദിനമായി ആചരിക്കുന്നത് എന്നാണ്? ഉത്തരം സെപ്റ്റംബർ 14. ഇന്ത്യയിലെ ഏറ്റവും പഴക്കം ചെന്ന പുസ്തകമേള ഏതാണ്? ഉത്തരം കൊൽക്കത്തയിലെ ബോയിങ് മേളയിലെ പുസ്തകമേള. ദേശീയ ലൈബ്രറിയൻ ദിനമായി ആചരിക്കുന്ന ആഗസ്റ്റ് 12 ആരുടെ ജന്മദിനമാണ്? ഉത്തരം RS രംഗനാഥന്റെ ജന്മദിനമാണ് ദേശീയ ലൈബ്രറിയൻ ദിനമായി ആചരിക്കുന്നത്. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യൂ. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റായി രേഖപ്പെടുത്തൂ. കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോസ്.